കൈരളിയിൽ പ്രധാനപ്പെട്ട ഒരു അഭിമുഖം നടത്തുന്നതിന് ഡൽഹിയിലിരുന്ന താങ്കളെയാണ് പിണറായി ക്ഷണിച്ചത്. കൈരളി അന്ന് ഇന്ത്യൻ എക്സ്പ്രസിൽ തന്നെയാണ് ചെയ്തത്. അപ്പോൾ അത് ഇവിടെ കേരളത്തിൽ പത്രക്കാരില്ലാഞ്ഞിട്ടൊന്നും അല്ല. എന്തായിരുന്നു അതിന്റെ കാരണം? അതെന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ചരിത്രം, അതിൻ്റെ കൃത്യം കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം. ഞാൻ കേരളത്തിലെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ റെസിഡൻ്റ് എഡിറ്ററായി ചുമതല, അതിനു മുൻപ് ഡെപ്യൂട്ടി റെസിഡൻ്റായി എഡിറ്ററായി തിരുവനന്തപുരത്ത് നിൽക്കുമ്പോഴും സ്പെഷ്യൽ കറസ്പോണ്ടൻ്റായിരിക്കുമ്പോഴൊക്കെ എൻ്റെ മൂല്യങ്ങൾ എന്നും ഇത് തന്നെയാണ്. ജനാധിപത്യപരമായ ഒരു സോഷ്യലിസം, ഇടതുപക്ഷം, എന്നാൽ സ്വതന്ത്ര ഇടതുപക്ഷം. അതായത് ജനങ്ങൾക്ക് സ്വന്തം അഭിപ്രായങ്ങൾ പറയാനും വോട്ട് ചെയ്യാനും ഒക്കെ ഇതുവരെയുള്ള കമ്മ്യൂണിസ്റ്റ് അനുഭവത്തിൻ്റെ നിഷേധവശങ്ങൾ. കാരണം സ്റ്റാലിൻ്റെ സോവിയറ്റ് യൂണിയനോ ഇപ്പോഴത്തെ പിങ്ങിന് ഏക പാർട്ടി ചൈനീസ് സ്വർഗമോ ഒന്നുമല്ല എൻ്റെ മാതൃകയല്ല, നോർത്ത് കൊറിയ ഒട്ടും മാതൃകയല്ല. പക്ഷേ ആ ഒരു നിലപാടിലാണ് ഞാൻ വന്നത്. അപ്പോൾ ഞാൻ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഈ ഡെപ്യൂട്ടി റെസിഡൻ്റ് എഡിറ്ററായിരിക്കുമ്പോഴൊക്കെ ഞാൻ കേരളത്തിൽ അന്ന് നടന്നുകൊണ്ടിരുന്ന CPM-നകത്ത് നടന്നുകൊണ്ടിരുന്ന, ഇപ്പോൾ അവർ വിഭാഗീയ ഏറ്റുമുട്ടലുകൾ, ആ ഏറ്റുമുട്ടലുകളുടെ സമയത്താണ് ഞാൻ അതിൻ്റെ അതാണല്ലോ നേരിട്ട് ഏറ്റുമുട്ടുന്ന ആ കാലഘട്ടത്തിൻ്റെ ആണ് ഞാൻ കേരളത്തിൽ ഒരു പത്രത്തിൻ്റെ ചുമതല വഹിക്കാൻ അതിനവസരം ഉണ്ടായത്. അല്ല, വേറെ ഞാൻ അതിനു വേണ്ടി തേടി വന്നതൊന്നുമല്ല. അതിനു മുൻപും ഈ വിഭാഗീയതയ്ക്ക് മുമ്പും എൻ്റെ എഴുത്തും എൻ്റെ കേരളത്തിലെ പ്രവർത്തനവും ഇടതുപക്ഷത്തിനൊപ്പം തന്നെയായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ആ വിഭാഗീയതയിൽ എൻ്റെ നിലപാടുകൾ സഖാവ് MA ബേബി, ഐസക് ഒക്കെ പ്രതിനിധാനം ചെയ്തിരുന്ന ജനാധിപത്യ സാധ്യതയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭവികളായിട്ടാണ് എനിക്ക് പ്രത്യക്ഷപ്പെട്ടത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിൻ്റെ ചരിത്രം മഹത്വമാണെങ്കിലും ഇനിയുള്ള കാലത്ത് ജനാധിപത്യ കമ്മി, ആ പാർട്ടിയുടെ ഉൾപാർട്ടിയിലും പുറത്തുമുള്ള ജനാധിപത്യ കമ്മി അതിനെ വിജയിപ്പിക്കുകയില്ല എന്ന് എൻ്റെ ഇടതുപക്ഷ ബോധം പറഞ്ഞിരുന്നു. ആ സമയത്താണ് ബേബിയും ഐസക്കിൻ്റെയും നിലപാടുകൾ, അന്ന് പിണറായിക്കൊരു അന്നും ഇന്നും സൈദ്ധാന്തിക നിലപാടില്ല. കാരണം ശ്രദ്ധിച്ചാൽ താങ്കൾക്ക് അറിയുന്നതല്ലേ, പ്രായോഗിക നിലപാടുകളല്ലാതെ പിന്നെ പാർട്ടി പരിപാടി അനുസരിച്ച് അദ്ദേഹം പറയുന്നു, അതിന് കൂടെ നിൽക്കുന്നു എന്നല്ലാതെ മറ്റവരുടെ കൂടെ ഒരു ആശയ പരിസരമുണ്ടായിരുന്നു. അത് എനിക്കിപ്പോഴും ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ എഴുത്തുകൾ കൃത്യമായി ഇപ്പം പറയുന്ന പോലെ, അന്ന് പിണറായിയുടെ നേതൃത്വത്തിലാണല്ലോ ബേബി, ഐസക്, മറ്റൊരു ഈ പറയുന്ന ഇന്നത്തെ പുതിയ പിണറായി ഭക്തന്മാരൊക്കെ അപ്പുറത്തും, ഏത് കടകപ്പള്ളി, ശിവൻകുട്ടി, ഇപ്പോൾ ആര് തിരിച്ച് ചന്ദ്രൻപിള്ള, എവിടെ നോക്കിയാലും എൻ്റെ കണ്ണിൽ നോക്കാൻ കഴിവില്ലാത്ത പലരും ഉണ്ട്. VS-ന് വേണ്ടി ഈ പറയുന്ന പ്രവർത്തനം നടത്തി. ഞാനിപ്പോൾ ആ അർത്ഥത്തിൽ ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. ആ നിലപാടുകൾ VS പ്രതിദാനം ചെയ്ത കപട തീവ്ര ഇടതുപക്ഷത്തിനെതിരായിരുന്നു. ആ കപട ഇടതുപക്ഷത്തിൽ കൂടിയും ആ VS-ന്റെ ആ പ്രഭാവ സിദ്ധാന്തത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പോവില്ല എന്നും എനിക്ക് നല്ല ഉറപ്പ്. അഭിമുഖത്തിലേക്ക് വരുന്നത് അതാണ്. അപ്പോൾ അത് കഴിയുമ്പോൾ ഇതിങ്ങനെ തുടർച്ചയായി എൻ്റെ നിലപാടുകൾ, ഞാൻ റിപ്പോർട്ടിങ്ങിൽ നിന്നും മാറി ആഴ്ചയിൽ ഒരിക്കലുള്ള അനലിറ്റിക്കൽ പീസ് എഴുതുകയാണ്. എൻ്റെ പേര് വെച്ചാണ് അതിൻ്റെ ഉത്തരവാദിത്വം എടുക്കുന്നതുകൊണ്ട്. അപ്പോൾ തുടർച്ചയായി ഞാൻ ഈ പറയുന്ന ഇന്ന് പിണറായി വിഭാഗം എന്ന് പറയുന്ന ഐസക്, അന്ന് എനിക്ക് വളരെ അപൂർവം പേരേ ഉള്ളൂ, അതുകൊണ്ടാണ് വീണ്ടും ഐസക് ബേബി എന്നൊക്കെ പറയുന്നത്. കാരണം കുറച്ചെങ്കിലും അവർക്ക് തന്നെ VS-ൻ്റെ കൂടെ ആയിരുന്നു. പണ്ടത്തെ CPI CPM പോലെ നേതാക്കന്മാരെല്ലാം VS-ൻ്റെ കൂടെയും പിണറായിയുടെ കൂടെ ഇങ്ങനെ അപൂർവം ചിലരുമൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ഈ VS അച്യുതാനന്ദനും അദ്ദേഹത്തിൻ്റെ ഉപചാപ സംഘവും പോളിറ്റ് ബ്യൂറോ ആണ്. ഒരു പോളിറ്റ് ബ്യൂറോ കഴിഞ്ഞതിന് ശേഷം കേരളത്തിലേക്ക് മടങ്ങി വരുന്നതിന് പകരം അവർ മദിരാശിയിലേക്ക് ഇറങ്ങുന്നു. മദിരാശിയിലേക്ക് ഇറങ്ങി ഈ VS സ്വയം, ഷാജഹാനും പിന്നെ ആരാണ് കൂടെ ഉണ്ടായിരുന്നു, ജോസഫ് മാത്യു ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എനിക്ക് അത്രയും ഞാൻ താല്പര്യം എടുത്തില്ല. എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഇവർ രണ്ടുപേരും എൻ്റെ മുതലാളിയുടെ അടുത്ത് പോകുന്നു. VS മാധ്യമങ്ങളുടെ അന്നത്തെ പൊന്നോമനയാണ്, തമ്പുരാനാണ്. മാധ്യമങ്ങളുടെ എതിർത്ത് സിംഗി അതൊക്കെ അറിയാലോ ചരിത്രം. ഞാൻ ഇപ്പോഴും അത് കേൾക്കുമ്പോൾ ഉള്ളിൽ ചിരിക്കുകയാണ്. അത് ഗോയൻകെ അല്ല, അന്നത്തെ ഗോയൻകയുടെ മകൻ മനോജ് കുമാർ സൊന്താളിയ, ഞാൻ പേര് പറയുകയാണ്, മനോജ് കുമാർ സൊന്താളിയ
ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന പത്രത്തിൻ്റെ ഇപ്പോഴത്തെയുള്ള മുതലാളിയെ സഖാവ് VS അച്യുതാനന്ദനും ഷാജഹാനും പോളിറ്റ് ബ്യൂറോയിൽ നിന്നും മടങ്ങുമ്പോൾ അവരുടെ യാത്ര പകുതി വെച്ച് അവസാനിപ്പിച്ച് നേരിട്ട് പോയി കാണുന്നു, എന്നെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യം. എന്നാലും ഈ മനോജ് കുമാർ സഞ്ചാലിയേക്ക് എന്നെ മനസ്സിലാക്കിയിടത്തോളം എൻ്റെ സ്വാതന്ത്ര്യബോധത്തിലും എൻ്റെ ഉത്തമ വിശ്വാസത്തിലും പൂർണ്ണ ബോധ്യമുണ്ട്. അപ്പോൾ എന്നെ അപമാനിക്കാൻ അയാളുടെ മുതലാളിയുടെ മനസ്സാക്ഷി തയ്യാറായില്ല. അതിന് പകരം TGS ജോർജ് എന്ന മാന്യനെ കൊണ്ട് എൻ്റെ അടുത്ത് വരുത്തി വെച്ചു. എന്താണ് സംഭവിക്കുന്നതെന്ന് TGS ജോർജ് പറയട്ടെ. എന്തുകൊണ്ടാണ് കേരളത്തിലെ അന്ന് അന്ന് മുഖ്യമന്ത്രിയാണ്. അത് മനസ്സിലാക്കണം. ഇപ്പോൾ മാധ്യമപ്രവർത്തകര് നിങ്ങൾ ആളുകളെ ഒന്നിലും അന്വേഷിക്കാത്തത് കൊണ്ട് എന്നെ പോലെ ഒരു എൻ്റെ കാര്യം അന്വേഷിക്കുന്നില്ല, വാർത്ത ഇല്ലെന്നുള്ളത് കൊണ്ട് പക്ഷെ ഞാൻ മറക്കില്ലല്ലോ. അതിനൊരു പ്രകോപനവും ഉണ്ടായി. ഒരു തവണ ഒരു ക്ലിഫ് ഹൗസിൽ നടന്ന പത്രസമ്മേളനത്തിൽ ഞങ്ങൾ താങ്കൾ ഈ പറയുന്ന പോലെ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്നത്. അപ്പം ഞാൻ ഈ സംഭവിക്കുന്നത് എങ്ങനെ വെച്ചാൽ അന്ന് നടന്നതിന് ശേഷം ഒരു ദിവസം വളരെ ക്ഷുഭിതനായി VS എന്നെ വിളിച്ചു. അദ്ദേഹത്തിന് എത്രമാത്രം എന്നോട് വ്യക്തിപരമായ വിദ്വേഷം എന്നെ ഇവിടെ നിന്ന് മാറ്റിയേ കഴിയൂ എന്നുള്ളതിന് കാര്യമുണ്ടായിരുന്നു. ഇങ്ങനെ VS എന്നെ നേരിൽ ഫോണിൽ വിളിച്ച് എന്നോട് ആ പറഞ്ഞ വാക്കുകൾ സഖാവ് ബേബിയും സഖാവ് പിണറായിയും സഖാവ് ഐസക്കും ഇപ്പം ആദ്യമായിട്ട് അറിയണം. ഇതിൻ്റെ അനുഭവിക്കാൻ പോകുന്നത് താങ്കൾ പിന്തുണയ്ക്കുന്ന ബേബിയും ഐസക്കും പിണറായിയുമല്ല, താനാണ്. ഞാൻ ആദ്യമായിട്ട് അതിൻ്റെ കൊട്ട് പറയുകയാണ്. റെക്കോർഡുണ്ടാവും, എൻ്റെ ഡേറ്റും ടൈമും ഉണ്ട്, എൻ്റെ ഭാര്യ കേട്ട് നിൽക്കുന്നുണ്ട്. അതിനുശേഷം ഉണ്ടായ സംഭവങ്ങൾ അത് പറഞ്ഞതിന് പിറ്റേന്ന് ഞാൻ ഒരു മറുപടി വയ്ക്കണം. ഭീഷണിപ്പെടുത്തേണ്ട ഒന്നാമത്തെ പേജിൽ ഇന്ത്യൻ എക്സ്പ്രസിന് പത്രപ്രവർത്തകർക്ക് അതിൻ്റെ ഒന്നും ഒരു സംസ്കാരം മനസ്സിലാവില്ല, ആ ധൈര്യത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും. ഞാൻ എഴുതിയതിന് ശേഷം TGS ജോർജിന് അയച്ചു കൊടുത്തു. ഇത് പ്രസിദ്ധീകരിക്കാൻ പോവാണ്. എന്നെ ഫോണിൽ ഈ ഭീഷണിപ്പെടുത്തിയത് ലോകം അറിയണം. എന്നെ വി വോണ്ട് ബി കൗഡ് എന്നാണ് ഇരിക്കുന്നത്. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് TGS ജോർജും ഞാനും കൂടി ചെയ്തിട്ട് ഫ്രണ്ട് പേജ് കൊടുത്തു. അത് അദ്ദേഹം കേസും കൊടുത്തു. കഴിഞ്ഞിട്ടില്ല. കേരളത്തിലെ ചരിത്രം പറയുമ്പോൾ ഈ വിഭാഗീയതയും കമ്മ്യൂണിസവും ഒക്കെ എപ്പോഴും പ്രശ്നമാണല്ലോ, പിണറായി മറ്റൊക്കെ. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഞാൻ വെച്ചു. പിന്നെ ഞാൻ പറഞ്ഞു അത് സഖാവിന് ഇഷ്ടമുള്ള പോലെ സഖാവിനെ ഞാൻ സ്വന്തം മാറ്റി. അങ്ങനെ മാറ്റി അതിന് മുന്നോടിയിട്ട് എന്നോട് മാറ്റുന്നതിനുള്ള തുടക്കം എന്നുള്ളതൊക്കെ TGS ജോർജിനെ അയച്ചിട്ട് എന്നോട് ചോദിച്ചു, മാധവൻകുട്ടി ഇത് അപ്പം അദ്ദേഹം പറഞ്ഞില്ല ഇതാണ് VS എന്ന് ആവശ്യപ്പെട്ടു. പക്ഷെ അത് അദ്ദേഹം പറയുന്നത് ശരിയുമല്ലല്ലോ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഒരു കാര്യമുണ്ട്, നമുക്കൊരു ഡൽഹി നമ്മുടെ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് നമുക്ക് ശക്തിപ്പെടുത്തണം. ഏത് മുതലാളിമാരും പറയുന്ന ചില കൗശലങ്ങൾ, കിക്കിംഗ് അപ്പ് സ്റ്റേഴ്സ്. മാധവൻകുട്ടി ഇത്ര കാലമായില്ലേ ഇന്ത്യൻ എക്സ്പ്രസ് ഇവർ എല്ലാവർക്കും സന്തോഷമാണ്. ഇതാണ്. എന്നാലും നിങ്ങൾക്ക് ഒരു അസോസിയേറ്റ് എഡിറ്റർ ഫോർ ഡൽഹി. അപ്പോൾ ആരും ഇല്ല ഇന്ത്യൻ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്. ഒരു റിപ്പോർട്ടർ 1-2 പേരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ബട്ട് മറ്റേ ഇന്ത്യൻ എക്സ്പ്രസിനെയാണ് ആശ്രയിച്ചിരുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി അതായത് നമ്മൾ ചോറല്ലേ കഴിക്കുന്ന, അരിയാഹാരം VS പറയുന്ന പോലെ ചോറ് അരിയാഹാരം കഴിക്കുന്ന മാധ്യമപ്രവർത്തകരല്ലേ. അപ്പം മനസ്സിലായി VSൻ്റെ ആഗ്രഹം നടക്കുകയാണ്. അപ്പോൾ നടക്കട്ടെ. ഞാൻ അപ്പോഴും വീണ്ടും ആലോചിച്ചു. എനിക്ക് 2 തീരുമാനങ്ങൾ എടുക്കാമായിരുന്നു അന്ന്. 2 മാസം ഞാൻ ആവശ്യപ്പെട്ടു. 2 വഴികളെ എനിക്കുള്ളൂ. ഒന്ന് റെസിഡൻ്റ് എഡിറ്റർ സ്ഥാനത്ത് നിന്ന് വീണ്ടും രാജിവെക്കുക, ഇല്ല എനിക്ക് ഇത് നിങ്ങൾ എന്നെ അടിച്ച് മുകളിലേക്ക് കയറ്റുകയാണെന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ സാവകാശം തേടി. ഞാൻ തുടങ്ങിയത് ഡൽഹിയിലാണ് പത്രപ്രവർത്തനം. ഞാനും ഭാര്യയും മകനുമായി കുറച്ചു കാലം ഡൽഹിയിൽ ചെയ്യുക. പക്ഷേ അതിൽ വളരെ മര്യാദയായിട്ടും എനിക്ക് വേണ്ടി ഒരു പ്രത്യേക ഓഫീസ് കൊണോട്ട് പ്ലേസിൽ ഉണ്ടാക്കി, ഒരു AC റൂമും അതിനെ പറ്റിയൊരു സ്റ്റാഫും ഒരു സുപ്രീം കോടതി റിപ്പോർട്ട്. നിങ്ങളുടെ അഭിമാനവും ഈ പത്രത്തിനകത്ത് എൻ്റെ അഭിമാനം സംരക്ഷിച്ചു കൊണ്ടാണ് ആ മുതലാളി ചെയ്തതിന് ഞാൻ അദ്ദേഹത്തിന് നന്ദി പറയുന്നു. കാരണം അദ്ദേഹം ഭീരുവായതുകൊണ്ട് അപമാനിച്ചില്ല. എന്നാൽ ഈ അപമാനമാണെന്ന് നമുക്കറിയാം. ഇത് ശരിയല്ല. അത് രാഷ്ട്രീയ സ്വാധീനം, അത് മാധ്യമങ്ങളുടെ അരുമയാണെന്ന് പറഞ്ഞിരുന്ന ആ കാലഘട്ടത്തിലെ താരമായ ദൈവമായ VS അച്യുതാനന്ദനും അദ്ദേഹത്തിൻ്റെ ഉപചാപ വൃന്ദം കൂടിയാണ് ഈ മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ നഗ്നമായ ലഗ്നം എന്ന് പറയുന്ന ഒരു ഇഷ്ടമല്ലാത്ത എഡിറ്ററെ അവിടെ നിന്ന് മാറ്റാനായി മുതലാളിയുടെ അടുത്ത് പോവുക. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.